തിരിച്ചറിയാൻ കഴിയാത്ത കപട സ്നേഹം. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ലോക പ്രശസ്തരായ ഒരു ഹോളിവുഡ് താരത്തിന് ധാരാളം ആരാധകരുണ്ടായിരുന്നു. ഇവരുടെ ആർത്തിരമ്പലുകളും സ്നേഹപ്രകടനവുമെല്ലാം കണ്ടാൽ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അവർ കൂടെയുണ്ടാകുമെന്ന് ഏതൊരു വ്യക്തിയും ആത്മാർത്ഥമായി തെറ്റിദ്ധരിച്ചു പോകും. ഒരിക്കൽ ഈ താരത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലായി. ഹൃദയം മാറ്റിവെച്ചാലേ താരം ജീവിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ മരിച്ചു പോകും. ഈ വാർത്ത അറിഞ്ഞ ആരാധകരെല്ലാം എന്ത് ചെയ്തു എന്നറിയുമോ? അവരെല്ലാം ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് തടിച്ചുകൂടി. അവരെല്ലാം എന്നിട്ട് വിളിച്ചു പറയുവാൻ തുടങ്ങി, എന്റെ ഹൃദയം എടുത്ത് മാറ്റിവെക്കൂ, എന്റെ ഹൃദയം താരത്തിന് നൽകൂ, താരം ജീവിക്കട്ടെ എന്ന് അവരെല്ലാവരും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു. ഇത് കണ്ട് ഡോക്ടർ മൈക്കൽ ആശയക്കുഴപ്പത്തിലായി. ഒരു വ്യക്തിക്ക് ഒരു ഹൃദയമേ ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയമെടുത്ത് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള എല്ലാ ആരാധകരും കോപാകുലരായി ആശുപത്രി തന്നെ അടിച്ചു പൊളിക്കും. അത്രക്കും സ്നേഹം അവർക്ക് താരത്തിനോടുണ്ട്. അങ്ങനെ ആശയക്കുഴപ്പത്തിലായ ഡോക്ടർ മൈക്കൽ അവസാനം ടെറസിന്റെ മുകളിൽ പോയി നിന്ന് അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ഞാൻ മുകളിൽ നിന്ന് ഒരു തൂവൽ താഴേക്ക് ഇടാൻ പോവുകയാണ്. ഈ തൂവൽ ആരുടെ തലയിലാണോ ചെന്ന് പതിക്കുന്നത് അവരുടെ ഹൃദയം കൊണ്ടായിരിക്കും താരം ജീവിക്കുക, അവർ മരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ തൂവൽ താഴേക്കിട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. താരം മരിച്ചു. പക്ഷേ അപ്പോഴും ആ തൂവൽ അന്തരീക്ഷത്തിൽ തന്നെ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു വ്യക്തിയുടെ തലയുടെ മുകളിലേക്ക് ആ തൂവൽ എത്തുമ്പോഴേക്കും ആ വ്യക്തി അതിനെ മറ്റു വ്യക്തിയുടെ തലയുടെ മുകളിലേക്ക് ഊതിപ്പറപ്പിക്കും. അങ്ങനെ ആ വ്യക്തി അടുത്ത ആളുടെ മുകളിലേക്കും അടുത്ത വ്യക്തി മറ്റൊരാളുടെ മുകളിലേക്കും ഊതി പറപ്പിച്ച് ആ തൂവൽ അന്തരീക്ഷത്തിൽ തന്നെ നിന്നു. ഒരു വ്യക്തിയുടെയും തലയിൽ പതിച്ചില്ല. തൽഫലമായി താരത്തിന് ഹൃദയം കിട്ടാതെ വന്നു. താരം മരിച്ചു. ഇതാണ് വാഴ്ത്തുമ്പോഴും വീഴ്ത്താൻ മനുഷ്യർ കാട്ടുന്ന സ്നേഹം. സ്നേഹിക്കാം, പക്ഷേ എല്ലാവരും സ്വന്തമാണ് എന്നൊരിക്കലും നാം വിചാരിക്കരുത്. അടുക്കാം, പക്ഷേ ആവശ്യത്തിലധികം എല്ലാവരെയും നാം അടുപ്പിക്കരുത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു ദേവാലയത്തിന്റെ 4 തൂണുകൾ ഒരുമിച്ചായാൽ ആ ദേവാലയത്തിന്റെ മേൽക്കൂര തന്നെ ഇടിഞ്ഞു വീഴും. പക്ഷേ ആ 4 തൂണുകൾ നാം 4 മൂലകളിലാണ് സ്ഥാപിച്ചതെങ്കിൽ കാലങ്ങളോളം ആ ദേവാലയത്തിന് ഒരു കേടുപാടും സംഭവിക്കാതെ അങ്ങനെ തന്നെ നിലനിൽക്കും. അധികമായാൽ അമൃതും വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.